ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ വെട്ടിലാവുകയാണ് CPM നടത്തിയത് രാഷ്ട്രീയ ആരോപണമല്ല, അധിക്ഷേപമാണെന്ന് ഷാഫി പറമ്പിലിന്റെ മറുപടിയും വന്നത് നമ്മൾ കണ്ടു. CPMന്റേത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പരാമർശമെന്ന് മുനവർലി തങ്ങളും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അങ്ങനത്തെ ഒരു പ്രസ്താവന അത് ആരെപ്പറ്റിയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുമായി അതൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അത് എന്തും തോന്നുന്നത് വിളിച്ചു പറയുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും അറിയാതെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഷാഫി നിയമ നടപടി സ്വീകരിച്ചോട്ടെ, നേരിടാൻ തയ്യാറെന്നാണ് സുരേഷ് ബാബുവിന്റെ പിന്നീടുള്ള വെല്ലുവിളി വരുന്നതും. ഈ വിഷയം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഗൂഗിൾ VS പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. ഗൂഗിൾ, KJ ഷൈന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ. ആ വിഷയത്തിൽ KJ ഷൈന് എല്ലാവരും, മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹം ഉൾപ്പെടെ പിന്തുണ നൽകിയതാണ്. കാരണം മലീമസമായ പദപ്രയോഗങ്ങളോ സൈബർ അറ്റാക്കോ പാടില്ല എന്ന രീതിയിൽ ഒരു ഡേറ്റയുടെയും പിൻബലമില്ലാതെ ഇന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സുരേഷ് ബാബു ഇങ്ങനെ വന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അഴകുഴമ്പൻ മറുപടിയാണ് നൽകുന്നത്. മാത്രമല്ല വെല്ലുവിളിയുടെ സ്വരമുണ്ട്. ഏതെങ്കിലും നേതാക്കളുടെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ ഉണ്ടാകുന്നുണ്ടോ സുരേഷ് ബാബുവിന്? അത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് നേതാക്കളൊന്നും തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പ്രതികരണമായി നൽകിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇതിലൊരു കാര്യം ഉറപ്പിക്കാം. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകളോ അല്ലെങ്കിൽ പരാതികളോ ഒന്നും തന്നെ സുരേഷ് ബാബുവിന് മുന്നോട്ട് വയ്ക്കാൻ ഇന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വരും ദിവസങ്ങളിൽ അത് പറയാം, അങ്ങനെയൊക്കെ പലതും പറയുന്നെങ്കിലും ഇന്ന് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്ന ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് പുറത്തുവിടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് ആ ആരോപണത്തെ ആ രീതിയിൽ കാണാനേ കഴിയുള്ളൂ. കാരണം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെളിവുകളുടെ പിൻബലത്തിലല്ല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോഴൊന്നും തന്നെ അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഷാഫി എന്തിനാണ് അത് ഏറ്റെടുത്തത്, ഞാൻ ഹെഡ് മാസ്റ്റർ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ആ ബൈറ്റ് കേട്ടാൽ നമുക്ക് മനസ്സിലാകും അത് കൃത്യമായി തന്നെയാണ് അദ്ദേഹം ഷാഫി എന്ന് പേരെടുത്ത് പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം അവസാനത്തെ ഒരു പ്രയോഗം മാത്രം ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ബാക്കി എല്ലാ ആരോപണങ്ങളും പേരെടുത്ത് തന്നെയാണ് പറയുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു മറുപടി പറഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ആളുകൾ കേൾക്കുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് പുറത്തിടുമോ എന്നുള്ളതാണ് ഈ ചോദ്യമായി വരുന്നത്. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇനിയും ദിവസം കിടക്കുകയല്ലേ, പറയാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്നും കാണാതെ ഞാനിങ്ങനെ പറയില്ലല്ലോ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ഒരാളല്ലേ എന്നൊക്കെയുള്ള മറുപടികൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയണം. സൈബർ ഹാൻഡിലുകളിലൊക്കെ പലപ്പോഴും ഇങ്ങനെ ഷാഫിക്കെതിരെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ മുഖമില്ലാത്ത ആരെങ്കിലും പടച്ചുവിടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അതിനൊന്നും തന്നെ ആധികാരികതയോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് അതേ ആരോപണങ്ങൾ തന്നെയാണ് സുരേഷ് ബാബു ഉന്നയിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ തെളിവുകളുടെ പിൻബലം ഉണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ പറയാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അത് നമുക്ക് ഇനി കണ്ടറിയണം. ഏതായാലും നിലവിൽ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ ഒന്നും തന്നെ നൽകിയത് അങ്ങനെ